ടൈം 5:45 ഡൽഹി മെട്രോ ഫുള്ള് കാലാണ് മെട്രോ കാല. പക്ഷെ എൻ്റെ കൂടെ ഈ ട്രിപ്പിൽ ഒരാളും കൂടി ഇല്ല. സർപ്രൈസാ, അത് പറയാൻ പറ്റില്ല. ലാസ്റ്റത്തെ ക്ലിപ്പിൽ കാണിച്ചില്ല ആരാണത്. പിന്നെ ഇപ്പൊ നമ്മള് ആനന്ദ് വിഹാറിലോട്ട് പോയിട്ടിക്ക, നിസാമുദ്ദീൻ ആനന്ദ് വിഹാറിലോട്ട് പോയിട്ടിക്ക. അങ്ങനെ 40 മണിക്കൂറിന് നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാമൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും ടിക്കറ്റ് എടുക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ഒരാളെ കിട്ടി, ഒരു ലോക്കൽ. അയാൾ ഞങ്ങളെ ഗുവാഹത്തി സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്നു. ബസ്സൊക്കെ കയറി അവിടെ എത്തി. അങ്ങനെയൊക്കെ അതിന് ശേഷം ഞങ്ങൾ രാത്രി ടാക്സിക്കും വേണ്ടി തെണ്ടി. സുമോ നമുക്ക് ഷെയർ ടാക്സി ശരിക്കും സുമോ 300 രൂപ കിട്ടേണ്ടതാണ്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി എങ്ങനെയൊക്കെ ഷിലോങ്ങിലെത്തി. ഷിലോങ്ങിൽ നിന്നിപ്പോൾ ഇന്നലെ രാത്രി നല്ല റെസ്റ്റൊക്കെ എടുത്തപ്പോൾ അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ തന്നെ. ഞാൻ ഫസ്റ്റ് തന്നെ വന്ന് വാട്സ് ലേക്കിലാണ്. ഇപ്പോൾ വാട്സ് ലേക്കിലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ നമ്മൾ വാട്സ് ലേക്കിൻ്റെ മുന്നിലാണ്. ഇതാണല്ലോ 1892 വാട്സ് ലേക്ക് ഉണ്ടാക്കിയത്. അവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ എത്ര 10 രൂപ അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മളെ ഷിലോങ്ങിൻ്റെ സെൻട്രൽ തന്നെയാണ് ഇത് വരുന്നത്. എന്നാലും നല്ലൊരു വൈബ്. നമ്മൾ നേരെ ലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾ പോയത് മറ്റേ ചർച്ചിലോട്ടാണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചിലോട്ട് പോയി. നല്ലൊരു ഭംഗിയുള്ള ചർച്ചായിരുന്നു. നല്ല മഴ പെയ്തപ്പോൾ തിരിച്ച് നേരെ മ്യൂസിയത്തിലോട്ട് വന്നാൽ. ഇപ്പോൾ സ്റ്റേറ്റ് മ്യൂസിയത്തിലുള്ളത് ഷിലോങ്ങിലെ സെൻട്രൽ തന്നെ ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പിന്നെ ഞങ്ങൾ ബൈക്ക് എടുത്ത ഇടയിൽ കറങ്ങാനൊക്കെ ബൈക്കാണ് സുഖം. എത്ര ഷിലോങ് ഗുവാഹത്തിന്ന് ബൈക്ക് എടുക്കുകയാണെങ്കിൽ 500 സംതിങ് ആണ്. പക്ഷേ നമ്മളെടുത്തിട്ടില്ല. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടാണ് എടുക്കാൻ വിചാരിച്ചത്. അപ്പം നൈസാണ്. ഇപ്പോൾ ബൈക്ക് എടുത്ത് കുറച്ച് സംസാരിച്ച് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബൈക്ക് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിയത്തേക്ക് വന്നതാണ്. മ്യൂസിയത്തിൽ നല്ല ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അപ്പം അധികവും നല്ല വാഷ്റൂമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മ്യൂസിയമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നേരെ ചിറാപ്പൂഞ്ചി പോകാനുള്ളൊരു മൈൻഡിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തത് ഞാൻ മ്യൂസിയം കാണിച്ചു തരാം, ഒന്ന് ഫ്രഷായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നല്ല തണുപ്പ് ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല മഴയും. അപ്പോൾ നമ്മൾ ലാറ്റിങ്ങാം വില്ലേജ് പറഞ്ഞ വില്ലേജിൻ്റെ അകത്തോട്ട് ഒരു ബോർഡ് കണ്ട്. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ ആണ് മട്ടിലോ പാർക്ക് പറഞ്ഞ പാർക്കും കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി. അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ എലഫൻ്റ് ഫാൾസിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണിത് പാർക്ക് വരുന്നത്. ഞങ്ങളിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയോണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ബൈക്ക് എടുത്തുകൊണ്ടുള്ള ഗുണം കേട്ടോ, നമുക്ക് കാണുന്ന റൂട്ടിലൊക്കെ ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ കുറേ റാബിറ്റ് ഫാം, അതിന് ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ഫാമിൻ്റെ അകത്ത് കൂടെ ഒക്കെ ഉള്ളിൽ കയറി നോക്കി. നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതാണ് എലഫൻ്റ് ഫാൾസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറേ ടൂറിസ്റ്റ് കുറച്ചേ ഉള്ളൂ. ഹലോ,
ഗാർഡൻ ഓഫ് കേവ്സിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എന്താ പറയുക 100 രൂപയാണ് ടിക്കറ്റ്. ഇതിൻ്റെ ഒരു വില്ലേജിൻ്റെ അകത്താണ് ഈ കേവ് കിടക്കുന്നത്. അറിയിക്കല്ലേ ഹോസ്പിറ്റലിൽ രാവിലെ 6 മണി 7 മണി നേരം കേട്ടോ. ചിറാപ്പൂഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ എൻ്റെ ഫോണാണെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പോയ അവസ്ഥയാണ്. മൊത്തം മഴ. ചിറാപ്പൂഞ്ചി എല്ലാവർക്കും അറിയാം കട്ടക്ക് മഴയാണ് ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ ടവർ അപ്പോൾ രക്ഷയില്ല. ഫോണൊക്കെ പക്ക ഓഫായി, ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അത് സമാധാനം ഉണ്ട്. ഇനി ഇപ്പോൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കര രസമാണ്. അറവ കേവ് പോയി, അതുപോലെ ഗാർഡൻ ഓഫ് കേവ്, അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പിടിച്ച് തന്നെ വന്ന് അങ്ങോട്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. അത്രയും പവറിൽ പെയ്യുന്ന സ്ഥലമല്ലേ മഴ ചിറാപ്പുഞ്ചിൽ. അപ്പോൾ കട്ടക്ക് മഴ ഇപ്പോഴും ഇന്നലെ പെയ്ത മഴ ഇപ്പോഴും നിന്നിട്ടില്ല. ഇന്നലെ എന്തോ പൂജയായിരുന്നു ഇവിടെ. അപ്പോൾ പൂജ കഴിഞ്ഞാലേ മഴ നിൽക്കുള്ളൂ എന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിറാപ്പുഞ്ചി ഒരു ഹോം സ്റ്റേയിലാണ്. നമുക്ക് ബഡ്ജറ്റായിട്ടൊരു ഒരു രീതി നമുക്ക് വീട് ഒരു ചെറിയ റൂം തന്ന് അപ്പോൾ അതിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുന്നത് നമ്മളെ നോൺഗ്രിയ വില്ലേജിലോട്ടാണ്. എന്താ പറയുക, മഴയാണ്. ഈ മഴ നിൽക്കാതെ ഇറങ്ങാൻ തോന്നുന്നില്ല. ഏകദേശം 3000 സ്റ്റെപ്പ് കയറിയിട്ടാണ് അവിടെ എത്തല്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജും റോഡ് ബ്രിഡ്ജെല്ലാം കാണാൻ പറ്റുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ബ്രെഡും പീനട്ടൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇനി നോക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ നിൽക്കേണ്ടി വരും. ആ ഒരു ഇതിലാണ്, മൂഡിലാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല രസമുള്ള ക്ലൈമറ്റ്. കാണിച്ചു രാമയ നമ്മളെ ഹോം സ്റ്റേ. കിട്ടില മഴയാണ്. നമ്മൾ റെൻ്റ് എടുത്ത ബൈക്കാട്ടോ. എന്തായാലും റെയിൻകോട്ടൊക്കെ ഇട്ട് ഒന്ന് മഴ താഴ്ന്ന ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങും. എന്തായാലും ബാക്കി അപ്പം നോക്കാനുള്ള ഒരു രീതിയിലാണ്. എന്തായാലും ഇന്ന് കയറി ഇറങ്ങാൻ പറ്റണം. 3-4 മണിക്കൂർ ഏകദേശം ട്രക്കിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മേലെ സ്റ്റേ അടിക്കൽ എന്തായാലും നടക്കില്ല. അപ്പം മാക്സിമം ഞങ്ങൾ നോക്കുന്നത് ഇന്നലെ ഇറങ്ങാനുള്ളൊരു മൈൻഡിൽ നിൽക്കും. അങ്ങനെയൊക്കെ അഡ്വഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു ഹെവി റൈഡ് എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ രാവിലെ 6:30 എണീറ്റിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോകുന്നു. 12 കിലോമീറ്റർ നേരമുണ്ട്. നമ്മൾ ഷോറേന്ന് ഡയറക്റ്റ് നോൺഗ്രിയ വില്ലേജിലോട്ട്, എന്നുവെച്ചാൽ സിറിയ പറഞ്ഞൊരു വില്ലേജിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിൽ നമ്മൾ നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട്. ബാക്കി മൊത്തം ഇങ്ങനത്തെ ഓരോ സ്റ്റെപ്പ് കയറ്റിയിട്ട് ഇങ്ങനെ നടക്കലാട്ടോ. ഏകദേശം 4000-ഓളം സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. വീട്ടിലെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫുള്ള് ഫോഗ്. ഒറ്റ വണ്ടിയില്ല ഇങ്ങോട്ട് വരുമ്പോൾ, ഒറ്റ വണ്ടിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ എന്തോ ഒരു ഇതിലിങ്ങനെ പെരും മഴ പറഞ്ഞാൽ ഇത്ര മഴ ഇത്ര ഫോഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ഫോഗ് അടിച്ചിട്ട് എനിക്കൊരു സാധനം പോലും കാണാൻ പറ്റില്ലേ. എന്തോ ഒരു ഇതിലിങ്ങനെ ഓട്ടി. പിന്നെ അങ്ങനെ മുന്നിക്ക് വരുമ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ വരും തോറും ഇങ്ങനെ ഫുള്ള് റോഡ് പൊളിഞ്ഞെടുക്കുക. 4 സൈഡിൽ നിന്ന് അടിച്ച് വെള്ളം ഇങ്ങനെ ചാടുക, വെള്ളച്ചാട്ടം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അഡ്വഞ്ചർ എന്നൊക്കെ പറയാം. ആ വിചാരിച്ചില്ല ഇവിടെ എത്തുന്നത്. എല്ലാവരും ഇങ്ങനെ പറയും നമ്മൾ മയത്ത് മേഖലയിൽ പോയിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല. പക്ഷേ അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞല്ലോ വിഷയം സാധനമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇതാ റൂട്ട് ബ്രിഡ്ജിൻ്റെ ഈ നോൺഗ്രിയ വില്ലേജിൻ്റെ അകത്ത് കൂടെ അങ്ങനെ കയറി. ഇപ്പോൾ റൂട്ട് ബ്രിഡ്ജ് കാണാൻ അങ്ങനെ പോവാണ്. അപ്പോൾ ബാക്കി കാണിച്ചിടാം. നാളെ ഭയങ്കര കുറവാട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്, സൺഡേ ഇത് ഓഫാണ്. ഇതിലിപ്പോൾ വെള്ളം ചാടുന്ന സൗണ്ടെല്ലാം കേൾക്കട്ടോ. ഫുള്ള് വെള്ളച്ചാട്ടമാണ്, വിഷയം വെള്ളച്ചാട്ടങ്ങൾ.
തവാങ് ഫാൾസ് എന്ന വാട്ടർഫാൾസിലോട്ട് ഇങ്ങനെ പോകാൻ ഞങ്ങൾ ഡയറക്റ്റ് മറ്റേ ഡബിൾ ഡെക്കറും സിംഗിൾ ഡെക്കറും നോൺ ഗ്രേറ്റ് വില്ലേജും റെയിൻബോ ഫാൾസും അതുപോലെ ബ്ലൂ ലഗൂൺ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞങ്ങൾ നേരെ ചെക്കിന് ചെയ്ത് കൊടുത്ത് ഇന്നലെ നിന്ന സ്റ്റേയിൽ പോയിട്ട് ഞങ്ങൾ ലഗേജെല്ലാം എടുത്ത് അവിടെ നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ, നല്ലൊരാൾ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഡയറക്റ്റ് തിരിക്കാന്നുള്ള പ്ലാനിലായി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ് കയറി. ഇപ്പോൾ ലൊക്കാലിക്ക വാട്ടർഫാൾസ് കയറിയിട്ട് നേരെ ഇറങ്ങി. ഇപ്പോൾ അങ്ങോട്ടൊക്കെ ബൈക്ക് തന്നെ പോകട്ടോ. പിന്നെ ഈ ഇപ്പം പോകുന്ന വാട്ടർഫാൾസിൽ ഭയങ്കര സീന് ഇതാണ്, റൂട്ടായിരുന്നു. 10 കിലോമീറ്ററിൻ്റെ ഓഫ് റോഡായി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പം ഞങ്ങളിപ്പോൾ വൈതപ്പി നടക്കുക. പക്ക ഫോഗ് അടിച്ചിട്ട് നമുക്ക് കാണുന്നില്ല. ചിറാപുഞ്ചി ജില്ല അങ്ങനെ മഴയുണ്ട്, കാണുന്നില്ല. അപ്പുറത്തെ വണ്ടി പോയിട്ട് നമുക്ക് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ കാണുന്നില്ല. അത്രയും പിഞ്ചും അത്രയും ഒക്കെ ഇവിടുത്തെ ഷോപ്പുകളാട്ടോ. നേരെ പോയിട്ടിരിക്കുകയാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് വില്ലേജിൻ്റെ അകത്ത് പോയിട്ടോ. പേരൊന്നും ഓർമ്മയില്ല, വായ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പേര്. അപ്പോൾ ഞങ്ങൾ മൗലിനോങ് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എത്തനോടത്തോളം എത്തട്ടെ വെച്ച്. മഴയാണ് സീന്. ഡബിൾ ഡെക്കർ സിംഗിൾ ഡെക്കർ ആ നോൺ ഗ്രിയ വില്ലേജിലോട്ടുള്ള റൂട്ട് 12 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല. അത് മാക്സിമം രാവിലെ ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ഫോട്ടോ സെക്ഷനൊക്കെ കഴിയുമ്പോഴത്തേന് നേരം വെളുക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും രാവിലെ കയറുക. അവിടെ സ്റ്റേ എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ സ്റ്റേ എടുത്താൽ അടിപൊളി ഫീൽ ചെയ്ത് തരും. അവിടെ എത്ര 300-400 റേഞ്ചിൽ ഹോം സ്റ്റേ ഒക്കെ കിട്ടും കേട്ടോ, ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു ജംഗിളിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയെടുക്കുക. ഞങ്ങൾ 2 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്നൊന്നും മര്യാദക്കൊരു ചോറും ചിക്കൻ കറിയും കിട്ടി ഒരു ദീദിൻ്റെയൊക്കെ ഷോപ്പിൽ. നല്ല കഴിച്ച് നല്ല ഫുഡ് കഴിച്ച്. ഇതൊരു നല്ലൊരു ജംഗിൾ ഫീലാട്ടോ. ഇപ്പോൾ ഉള്ളത് മൗറോങ്ങിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ലോക്കായതാട്ടോ. ലോക്കായതല്ല, അവർക്ക് കുത്തിക്കയപ്പ് തരാം. ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ എന്താ പറയുക, കട്ട ഫോഗ് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് റൂം തപ്പി റൂമും കിട്ടാനില്ല. ലാസ്റ്റ് ഒരു വില്ലേജിനടുത്തൊരു ഹോം സ്റ്റേ ഉണ്ട് അതിനടുത്ത്. 2 ദിവസം ഞങ്ങൾ ബ്രെഡിന് പിടിച്ചിരുന്നത്. ബ്രെഡിന്ന് പിടിച്ചിരുന്നു. ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഒരു ചോറ് കിട്ടി. അപ്പോൾ ഒരു ചോറ് നമുക്ക് ചോറൊക്കെ ഇടയിൽ തന്ന് കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് സെറ്റായി നല്ല ഉറങ്ങി. അടിപൊളിയാണ് കേട്ടോ. ഞാൻ എവിടെ പെടൂല, ആരെയൊക്കെ ഇതാക്കും. അവിടെ ഒരു ബ്രോ ഉണ്ട് കേട്ടോ, ആ ബ്രോനെ കാണിച്ചതാ. എൻ്റെ മോനെ ഫുള്ള് രാവിലെ ഫുള്ള് വെട്ടാ. ഇന്നലെ സീനെന്നൊക്കെ പറഞ്ഞാൽ അവള് ഫുള്ള് ഒരു ജംഗിളിലുള്ള പെട്ട അവസ്ഥ. രാത്രി നേരെ ജംഗിള് ഫുള്ള് സൈഡിൽ മൊത്തം ഒലിച്ചു പോയതുണ്ട് റോഡൊക്കെ. അമ്മാതിരി മഴയും കാണുന്നില്ല, ഫോഗും. എങ്ങനെയൊക്കെയോ കഴിച്ചില്ലായതാ. അങ്ങനെ മൊത്തം കോറിയും കൊക്കയായിരുന്നു. എന്തൊക്കെ കാട്ടി കഴിച്ചില്ലായതാ. പക്ഷേ എന്താ പറയുക, ഇന്നലെ
നമ്മളൊക്കെ പണ്ട് 9ലും 10ലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ നോട്ട്ബുക്കിൽ കവർമ ഉണ്ടാവും ഒരു ഫോട്ടോസൊക്കെ. അതിൽ എനിക്കിപ്പോൾ ഓർമ്മ, എൻ്റെ ഒരു നോട്ടിൻ്റെ കവർമ ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു നമ്മളെ മേഘാലയത്ത്. അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഏതാ സ്ഥലമല്ലേ എന്നൊക്കെ. അന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണി ഇതൊക്കെ കാണാൻ പറ്റിയ നല്ല രസമാകുന്നു. പക്ഷേ ഇതിപ്പോൾ ഇന്നലെ ഞാൻ നേരിട്ട് കാണുന്ന സാധനം, അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ അമ്മോ, ആ ഫീല് ഇങ്ങനെ നിന്നോ, ഇങ്ങനെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. ഓ, അതും കിടില അഡ്വഞ്ചറും മഴ. എന്തൊക്കെ പറഞ്ഞ മയത്തുണ്ടല്ലോ, എവിടേക്കോ കാട്ടിനുള്ള പെട്ട അവസ്ഥയാണ്. പക്ഷെ വഴി കണ്ടുപിടിച്ച് എത്തി. നല്ലൊരു ഫീൽ കിട്ടി കേട്ടോ. ഞാൻ വേറെ ആളെ കാണിച്ചത് ഗൈസ്. ഹലോ ബോസ്, എൻ്റെ ബോസ് ഒരു വിളിച്ചു, മൈ ലൈഫ് ഈസ് കുക്ക്ഡ് ബ്രോ എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ബോസ് കയറി. ഇപ്പോൾ 20 വയസ്സായി, എവിടെ എന്താണെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് കേരളത്തിലെ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ 20 വയസ്സിനടുത്തായി. കാരണം എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ ആ ബീസ്റ്റോങ് വാട്ടർഫോളിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ കുന്നിൻ്റെ മേലെ പോയിട്ട് മസിൽ കയറിയാറുണ്ട് റോട്ടുമ്മ കിടന്ന് ബോസ്. എന്നിട്ട് ലോക്കൽസൊക്കെ വന്നിട്ട് തൈലം തേച്ചെടുക്കല് ഒയ്യലോ, ബോസ് കരയ. അയ്യോ, ഞങ്ങൾ അവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ഇപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ മൗളിഞ്ഞോങ് റോഡിലോട്ട് ഇപ്പോൾ പോയെടുക്കാണ്. ഞാൻ പറയുകയാണെങ്കിൽ ടൂറിസം ഇവിടെ നല്ല മെച്ചപ്പെടുത്തുന്നു തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ മൊത്തം റോഡ് ഇടിച്ചിട്ടില്ല, ഫുള്ള് റോഡ് ഇടിച്ചിട്ടിട്ട് ഒരു മൊത്തം 2 ഡബിൾ ലൈനൊക്കെ ആക്കുന്നുണ്ട്. എന്താ അറിയില്ല, ഇനി റഷാവും. പക്ഷേ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അത് അതിൻ്റെ വഴിക്ക് നടക്കും. ഇപ്പോൾ ഞങ്ങളുള്ളത് വാലിംഘട്ട് വില്ലേജിലാണ്. ഒരുപാട് വില്ലേജ് കുറേ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരുപാട് കണ്ടിട്ട് ഓരോ സൈൻ ബോർഡുകൾ കുറേ കാണാം. എൻ്റെ അതിപ്പോൾ ചായ കുടിക്കാൻ കുറേ ആൾക്കാർ എന്നോട് പറയും ഫുഡൊക്കെ നല്ല പൈസ ആവും എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ വില്ലേജിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വെറുതെ കുറച്ച് നേരം പോയി ഇരിക്കുക. കുറച്ച് നേരം അങ്ങനെ പോയി ഇരുന്നാൽ നമുക്ക് പോലെ ചെറിയ പൈസക്ക് നല്ല ഫുഡൊക്കെ തരും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുക, വേറെ കഴിച്ച് പോകുന്നവരെ കുറേ നേരം വിളിച്ച് സംസാരമൊക്കെ ഇരുന്നാൽ മതി. നല്ല രസമാണ്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ. 2 ദിവസം ഞങ്ങൾ നിന്ന് മഴ കൊണ്ടാണ്, ഉണ്ടാവുന്ന വെയിലൊക്കെ ആയത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നാണ്. പറയണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വണ്ടി ഇങ്ങനെ റെൻ്റ് എടുത്ത് ഇങ്ങനെ ഇറങ്ങിയത്. സാധാരണ വണ്ടി ഒന്നും നിശ്ചയിക്കുകയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോലെ അങ്ങനെ ഡെസ്റ്റിനേഷൻ ഒന്നും ഒരു സ്ഥലം പോലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം വണ്ടി റെൻ്റ് എടുത്താണ്. ഇവിടെ ഞങ്ങൾ 2 പേരുണ്ടായതുകൊണ്ട് എനിക്ക് തോന്നി നോർത്ത് ഈസ്റ്റിൽ ഒന്നുകൂടി നല്ലത് വണ്ടി റെൻ്റ് എടുക്കാൻ തന്നെ. കാരണം എല്ലായിടത്തും പോവാം. അതുപോലെ തന്നെ ഇതിൽ നല്ല രസമുള്ള കാര്യം എന്താ, നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വില്ലേജ് കാണാം. അപ്പം വണ്ടി എടുത്ത് ഉള്ളിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരിക്കാം, സ്പെൻഡ് ചെയ്യാം. ഭയങ്കര രസമാണത്. മറ്റേത് അത് നമുക്ക് ഇപ്പോൾ ഷെയർ ടാക്സി കിടക്കാൻ ആ ഒരു പ്രോപ്പർ സ്ഥലത്ത് പോയി ഇറക്കൽ ചെയ്യുക. അപ്പം ഒരുമാതിരി ആ ഫീല് കിട്ടില്ല. കുറേ ആൾക്കാർ പറഞ്ഞത് ഗുവാഹത്തിയിൽ നിന്ന് വണ്ടി എടുത്താൽ മതി. ഞാൻ അങ്ങനെ ചോദിച്ചപ്പം ഗുവാഹത്തിയിൽ നിന്ന് വണ്ടി എടുക്കാൻ നല്ലതെന്നൊക്കെ. പക്ഷേ എനിക്ക് ഗുവാഹത്തി കാരണം റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഷിലോങ്ങിൽ നിന്ന് എടുക്കും. പക്ഷേ എനിക്ക് ഷിലോങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയത് 500 റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ വലിയ റേറ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ബെറ്റർ ഷിലോങ്ങിൽ നിന്ന് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുമ്പം നല്ല മാക്സിമം രാത്രി ട്രാവലിംഗ് ഒഴിവാക്കുക. അതാ പറയാനുള്ളത്, മാക്സിമം രാത്രി ട്രാവലിംഗ് ഒഴിവാക്കുക. ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ നല്ല ഇരുടാവും. പിന്നെ അധികം റോഡും ഒക്കെ സീനാവും. പെട്ടെന്ന് നല്ല ഫോഗൊക്കെ ഇറങ്ങിയാൽ നല്ല സീനാവും. മാക്സിമം ഒരു 5 മണിയാകുമ്പോഴത്തേനും എല്ലാം പരിപാടി തീർത്ത് റൂമിൽ കയറുന്ന രൂപത്തിലാണ്. അപ്പോൾ മൗലിനോങ് എത്തിയാണ്.
നമ്മളെ ക്ലീനസ്റ്റ് വില്ലേജല്ലേ ഏഷ്യയിലെ അവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ആ റൂട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ ചിറാപ്പൂഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റൂട്ട് ഏകദേശം മുകളിൽ എത്താനായ ഒരു 30 കിലോമീറ്റർ മുന്നുള്ളത്. കിട്ടിലെ ഒരു 2 സൈഡിലും നല്ല ഫാമും പിന്നെ ആരുമില്ലായിരുന്നു, പിന്നെ ഭയങ്കര സൗണ്ട് കുറവായിരുന്നു. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങളിങ്ങനെ എല്ലാം മൂടായിട്ട് വന്നിട്ടോ. ഭയങ്കര സ്ഥലങ്ങളാണ്, വ്യൂവും കാര്യങ്ങളും. പിന്നെ ഓരോ ചെറിയ ചെറിയ ബട്ടർഫ്ലൈ, പല ഇതിലുള്ള പൂമ്പാറ്റ, പല കളറിലുള്ള പൂമ്പാറ്റകളും പൂക്കളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുക. മോഹൻലാൽ വില്ലേജിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറിയോണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റൊക്കെ ഭയങ്കര കുറവാണ്. ശരിക്കും നല്ല അകത്താണ് ഇതിലുള്ളത്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലെത്തി കേട്ടോ. ഡൗക്കി കാണാൻ വേണ്ടി വന്നതാണ്. ഡൗക്കിന്നാകെ 1 കിലോമീറ്റർ എങ്ങാനുള്ളൂ ബോർഡർ. തമാബിൽ ബോർഡർ എന്താ പറയാം. നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശും ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്ലി ബോർഡറാണ്. ഡൗക്കി ആകെ ചിലയിൽ കിടക്കാണ്, അതുകൊണ്ട് അങ്ങോട്ട് അടുപ്പിച്ചില്ല അധികം. എന്തായാലും സീസൺ ആകുമ്പോൾ ഇനി വരികയാണെങ്കിൽ അവിടെ കയറും. എന്തായാലും ഇനിയും വരും. ഒരു കിട്ടില്ല വ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു വിചാരിച്ചാണ്. നമ്മളിപ്പോൾ ഡൗക്കിൽ നിന്ന് ഷിലോങ്ങിലോട്ടുള്ള റൂട്ട് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്. ആ റൂട്ടിൽ ഇങ്ങനെ വന്നപ്പം മൊത്തം ഈ നമ്മൾ നീലാകാശം പച്ചക്കളർ ഫിലിമില്ലേ ദുൽഖറിൻ്റെ, അതേ വൈബിൽ ഫുള്ള് ആ ഒരു വ്യൂ കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചതാ. എൻ്റെ മൂവി ചെറിയ ചെറിയ കുന്നും എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതാണ്, കൂടെ കൊണ്ടുപോകണ്ട എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം, കൂടെ എന്താ കൊണ്ടുപോകാത്ത. എടോ, ഞാൻ ഒറ്റയ്ക്ക് എപ്പോഴും പോകുന്നത്, കൂടെ ആരെയും കൊണ്ടുപോയാൽ ഓൽക്ക് ബോറടിക്കും. ശരിക്കും പറയാം, ഓൽക്ക് വേഗം ബോറടിക്കും. അത് ഞാൻ ഒരു ചെറിയ സാധനം കണ്ടാൽ ഞാൻ ഒരു ഫുൾ ഡേ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നോക്കിയിരിക്കാൻ. ഞാൻ വേറെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെ എല്ലാവരും ഒരു സ്പോട്ടിൽ പോയി പിന്നെ അവിടെ നിന്ന് വേറെ സ്പോട്ടിൽ പോവുക. എനിക്ക് ആ ഒരു മൂടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒറ്റക്കായിട്ട് പോകുന്നത്. അപ്പം ഇന്നലെ ഞങ്ങൾ നേരെ ഡൗക്കിയിൽ സ്റ്റേ അടിക്കാനാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അവിടെ ഫുള്ള് പട്ടാളക്കാരും സീൻ സ്ഥലമാണ്, ബോർഡറൊക്കെ ഉണ്ടായിട്ട്, തമാവിൽ ബോർഡറൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളപ്പോൾ നേരെ ഡയറക്റ്റ് ക്രാങ്സുരി വഴി 111 കിലോമീറ്റർ പിന്നെ സ്ട്രൈറ്റ് ഓടി
ഇന്നലെ ടോട്ടലി 230 കിലോമീറ്റർ ഞാൻ ഓടി. അതിനിടെ എണ്ണ കഴിഞ്ഞ് ഏതോ കാട്ടിൽ പെടാനൊക്കെ ആയി. ഇപ്പോൾ വൈദ്യനാണ് എത്തിയത്. തിരിച്ച് ഷിലോങ്ങിലെത്തി. നമ്മൾ ബോസിന് തിരി വയ്യാന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ഷിലോങ്ങിലെത്തിച്ച് ഇപ്പോൾ ഒരു കൊല പായൊക്കെ വാങ്ങിയിട്ട് നേരെ ഇപ്പോൾ കാമാക്കിയ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് ഡൽഹിയിലോട്ട് ജനറൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, ഇനിയൊന്നും നടന്നില്ല. പിന്നെ ഇതങ്ങനൊന്നും പോകുന്നതല്ല. പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഇങ്ങനെ ടോസ് ഇട്ട് കശ്മീറോ ഡൽഹിയിൽ നിന്ന് തിരിച്ചു കയറാൻ നിന്ന ആളാണ് ബോസ്. പക്ഷേ കശ്മീറോ നോർത്ത് ഈസ്റ്റ് വെറുതെ ഒന്ന് ടോസ് ഇട്ട് നോക്കി. അതിൽ നോർത്ത് ഈസ്റ്റ് കുടുങ്ങി. അതിൽ കയറി പോകുന്നതാണ്. പിന്നെ ഇതിലിപ്പോൾ കുറേ സ്ഥലം ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാലാവസ്ഥൻ്റെ പിന്നെ ഫോൺ കുറേയൊക്കെ സീനായി. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന് ഇടയിൽ. ഇത് പായം തിന്നുക. ഞാൻ കുറേ ആഴ്ച ശേഷം കേട്ടോ ഇങ്ങനെ സോളോ അല്ലാതെ വരുന്നേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഇതുണ്ട്. ഇടങ്ങേറുണ്ട്. ഇനി ഇടങ്ങേറല്ല, മറ്റേ ഇൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒന്ന് തിന്നാൻ നടക്കാൻ പറ്റൂ. ഇത് 2 വയറ് നിറയ്ക്കണം. ആ സീനുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പം കൈ തിരിച്ചു പോവാണ്. തിരിച്ച് ഡൽഹിയിലോട്ട് ഇന്നിപ്പോൾ കയറിയാൽ നാളെ രാത്രി അടച്ച ടിക്കറ്റ് എടുക്കണം പൂതിയുണ്ട്. പക്ഷെ ടിക്കറ്റ് എടുക്കണില്ല. അതാണ് ശരി. ഇപ്പം നല്ല വെയിലാട്ടോ അവിടെ. കട്ട വെയിലാണ്. നല്ല തണുപ്പെന്ന് വരിക. പിന്നെ ആർക്കെങ്കിലും ഇനി എന്താ പറയുക, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഈ വീഡിയോകളൊന്നും കവർ ചെയ്തിട്ടൊന്നുമില്ല. സ്ഥലങ്ങൾ പറയാനുള്ള കണ്ടൻറ്റൊന്നും ഇതിലില്ല. പക്ഷെ ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബജറ്റായിട്ടോ ബാക്ക് പാക്ക് ചെയ്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ടിപ്സ് എന്നല്ല, എനിക്കറിയുന്നല്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെയല്ലോ എൻ്റെ ഇൻസ്റ്റ ID എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ഒരു ഹോബിയാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്താ പറയുക, ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് നല്ലപോലെ ഇതാക്കാൻ, ഒരു സ്ഥലം പോയാൽ അതിനെക്കുറിച്ച് പഠിക്കാനും ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും കൂടിയും കുറേ അറിയാൻ ശ്രമിക്കും. എന്നിട്ട് അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും. സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കില്ല. കുറേയൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പോകണം. അതാണ് അതിൻ്റെ രസം. പക്ഷേ ഒരു ലോക്കാവാത്ത രൂപത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. ബൈ ഗൈസ്.